എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഐകാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻസും എക്സസൈസസും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ഇമ്മ്യൂണൈസേഷൻ? Immunization is the artificial method to make the defense cells alert against the attack of pathogens. അതായത് ഇതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. അത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ഓക്കെ, ടു മേക്ക്, അതായത് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ്, നമ്മുടെ സയൻറ്റിസ്റ്റുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ടു മേക്ക് ദ ഡിഫൻസ് സെൽസിനെ അലേർട്ട് ആക്കിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ആർക്കാണ്, എന്തിനാണ് ഈ അലേർട്ട് ആക്കുന്നത്? ഒരു പാത്തജൻ നമ്മുടെ ബോഡിക്ക് അഗെയിൻസ്റ്റ് ദി അറ്റാക്ക് ഓഫ് പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ഡിഫൻസ് സെൽസിനെ ഉണർത്താൻ അല്ലെങ്കിൽ അലേർട്ട് ആക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് immunization. Okay, immunization is the artificial method to make the defense cells alert against the attack of pathogens. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാക്സിൻസ് ആണ്. വാട്ട് ആർ വാക്സിൻസ്? വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വാക്സിൻസ്. ഓക്കെ, വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് വാക്സിൻ? അപ്പോൾ ഈ വാക്സിൻസിൻ്റെ ഉള്ളിൽ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വാക്സിൻസിൻ്റെ കോമ്പണൻസ് നോക്കാം. Any one of the components from alive or dead or neutralized germs, neutralized toxins or cellular parts of the pathogens will be the component of each vaccine. അതായത് ഓരോ വാക്സിൻ്റെ ഉള്ളിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒന്നെങ്കിൽ അലൈവ് ഓർ ഡെഡ് ഓർ ന്യൂട്രലൈസ്ഡ് ജേംസ് തന്നെയാണ് പുറത്തുനിന്ന് കൊടുക്കുന്നത്. ഓക്കെ, കുത്തിവെക്കുന്നത് എന്താണ്? ജേംസ്. ചിലപ്പോൾ ജീവനുള്ളതായിരിക്കും, ചിലപ്പോൾ മരിച്ചതായിരിക്കും, ചിലപ്പോൾ അതിങ്ങനെ രണ്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ജേംസ് ആയിരിക്കും. ചിലപ്പോൾ ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ്, വിഷം, ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ടുള്ള ടോക്സിൻസ്. അതുപോലെ തന്നെ സെല്ലുലാർ പാർട്സ് ഓഫ് ദി പാത്തജൻസ് അറ്റാക്ക് ചെയ്യുന്ന പാത്തജൻസിന്റെ ചില ഭാഗങ്ങളായിരിക്കും, സെല്ലുലാർ പാർട്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു വാക്സിന്റെ കോമ്പണൻസ്. ഓക്കെ, എനി വൺ ഓഫ് ദി കോമ്പണൻസ് ഫ്രം alive or dead or neutralized germs, neutralized toxins or cellular parts of the pathogens will be the component of each vaccine. അപ്പോൾ നമുക്ക് ഇതിൽ വാക്സിൻസും അതിൻ്റെ ഡിസീസും എന്തൊക്കെയാണെന്ന് നോക്കാം. BCG എന്ന് പറഞ്ഞ വാക്സിൻ ട്യൂബർകുലോസിസിൻ്റെ വാക്സിൻ ആണ്. അടുത്തത് OPV പോളിയോ, പെൻഡാവാലന്റ് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടുസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫിലസ്, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഈ ഡിസീസുകളുടെയൊക്കെ വാക്സിനാണ് പെൻഡാവാലന്റ്. അടുത്തത് MMRൻ്റെ ഡിസീസ് എന്ന് പറയുന്നത് മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. TT ടെറ്റനസ്. ഓക്കെ, അപ്പോൾ ഡിസീസും വാക്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം എക്യുപ്മെൻറ്റും യൂസും. കുറച്ച് നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇലക്ട്രോ എൻസിഫാലോഗ്രാം, EEG, ഇലക്ട്രോ എൻസിഫാലോഗ്രാം to record electric waves in the brain. Electric waves, ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ എൻസിഫാലോഗ്രാം. ഓക്കെ, ഇലക്ട്രോ എൻസിഫാലോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ to record electric waves in the brain. Okay, അടുത്തത് ഇലക്ട്രോ കാർഡിയോഗ്രാം. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അല്ലേ, ECG എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിൽസിലെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ECG. ഓക്കെ, ECG
ഉപയോഗിക്കുന്നത്. അടുത്തത് അൾട്രാസൗണ്ട് സ്കാനർ. അൾട്രാസൗണ്ട് സ്കാനർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് ഇന്റേണൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അൾട്രാസൗണ്ട് സ്കാനർ ഉപയോഗിക്കുന്നത്. അടുത്തത് CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ ആണ്. To get three-dimensional visuals of internal organs with the help of computer using X-rays. അതായത് ഒരു 3D വിഷ്വൽസ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ 3D വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട് 3D വിഷ്വൽസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് അതുപോലെ തന്നെ എക്സ്റേസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് CT സ്കാനർ. അടുത്തത് MRI സ്കാനർ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ ടു ഗെറ്റ് ദി 3-dimensional visuals of internal organs. Get the 3-dimensional visuals of internal organs. അതും ഇന്റേണൽ ഓർഗൻസിന്റെ വിഷ്വൽസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ 3 ഇന്റേണൽ ഓർഗൻസിന്റെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് ECG കാർഡിയോ, അത് ആലോചിച്ചാൽ മതി. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുമ്പോൾ ഹാർട്ട് മസിൽ, ഇലക്ട്രോ എൻസിഫാലോഗ്രാം എന്ന് പറയുമ്പോൾ ബ്രെയിൻ. ഓക്കെ. അടുത്തത് സ്പെഷ്യലൈസേഷനും റിലേറ്റഡ് ഏരിയ എന്താണെന്ന് നോക്കാം. കാർഡിയോളജി, ഞാൻ പറഞ്ഞില്ലേ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട്. ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓഫ് ഐ. ന്യൂറോളജി ട്രീറ്റ്മെന്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഓൺകോളജി ക്യാൻസർ ട്രീറ്റ്മെന്റ്. ENT ear nose throat. Okay, ENT ear nose throat. ഇനി അടുത്തത് വാട്ട് ആർ ആന്റിബയോട്ടിക്സ് എന്ന് നോക്കാം. എന്താണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണ് ആന്റിബയോട്ടിക്സ് എന്ന്. അപ്പൊ നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെഡിസിൻസ് ദാറ്റ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫംജൈ എക്സെട്ര ആൻഡ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയ ആർ കോൾഡ് ആന്റിബയോട്ടിക്സ്. അതായത് മെഡിസിൻസ്, മരുന്നുകൾ ദാറ്റ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മെഡിസിൻസിനെയാണ് പറയുന്നത് ആന്റിബയോട്ടിക്സ്. അത് ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഫംജൈൽ നിന്നൊക്കെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ടു ഡിസ്ട്രോയ് ബാക്ടീരിയയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ബാക്ടീരിയയെ തന്നെ നശിപ്പിക്കുന്ന ഒരു മരുന്നിനെ പറയുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. They can be used internally and externally. ഇന്റേണലി ആയിട്ടും എക്സ്റ്റേണലി ആയിട്ടും പുറത്തും അകത്തും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് വാസ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഹു ഫസ്റ്റ് ഡിസ്കവേർഡ് ആന്റിബയോട്ടിക്സ് ഇൻ 1928. 1928 ആദ്യമായിട്ട് ഈ ഒരു ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഹി ആക്സിഡന്റലി ഡിസ്കവേർഡ് ദാറ്റ് ദി ഫംഗസ് പെനിസിലിയം നോട്ടേറ്റം ഹാസ് ദി എബിലിറ്റി ടു ഡിസ്ട്രോയ് ബാക്ടീരിയ, but it took several years to extract medicines from it. ആക്സിഡന്റലി, അതായത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ഡിസ്കവർ ചെയ്തതാണ് പെൻസിലിയം നോട്ടേറ്റത്തിന്. ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. പക്ഷെ മരുന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തു. ഇനി നമുക്ക് നോക്കാം സൈഡ് ഇഫക്ട്സ് ഓഫ് ആന്റിബയോട്ടിക്കിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻ എഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്മ്യൂണിറ്റി കുറയും. ആന്റിബയോട്ടിക്സിന് എതിരായിട്ട് പാത്തജൻസിന്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടും, ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ആന്റിബയോട്ടിക്സിന് പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരുപാട് യൂസ്ഫുൾ ബാക്ടീരിയ യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പം അതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വിറ്റാമിൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള വിറ്റാമിൻസിന്റെ ക്വാണ്ടിറ്റീനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം ഫസ്റ്റ് എയ്ഡ്. വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്തൊക്കെയാണ്? ഗിവിംഗ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ആം സപ്പോർട്ടഡ് ബൈ ക്ലിങ്, റിമൂവിങ് ഒബ്ജക്ട് സ്റ്റക്ക് ഇൻ ട്രക്കിയ അല്ലെ. അപ്പോൾ
നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലേ? ഒരാളിനെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒബ്സർവ് ഫിഗേഴ്സ് എ ബി സി, ഐഡന്റിഫൈ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ഫോളോയിങ് ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ഈസ് ഗിവൺ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആം സപ്പോർട്ടഡ് ബൈ സ്ലിംഗ്, റിമൂവിങ് ഒബ്ജക്ട്സ് സ്റ്റക്ക് ഇൻ ട്രക്കിയ, പുറത്ത് തട്ടണം അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വയറ് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തിയാൽ നമ്മുടെ ട്രക്കിയയിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോവാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ദി ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഈസ് കോൾഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പീപ്പിൾ ഇൻ ദ ഏജ് ഗ്രൂപ്പ് 18 to 16 can donate blood. Blood donation can be done once in 3 months. Blood donation causes no problem to the donor's health. Pregnant women and breastfeeding mothers should not donate blood. Persons with communicable disease should not be donate blood. അപ്പോൾ ഇതൊക്കെ എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പും അതിലുള്ള ആന്റിജൻസും ആന്റിബോഡീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡ് ഗ്രൂപ്പ് എ, ആന്റിജൻ എ, ആന്റിബോഡി ബി, സ്മോൾ ബി ട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ബി, ബ്ലഡ് ഗ്രൂപ്പിൽ ബി ആന്റിജൻ ഉണ്ടാവും, എ ആന്റിബോഡി ആണുള്ളത്. എ ബിയിൽ ആന്റിജൻസ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്, ക്യാപിറ്റൽ എയും ബിയും. ആന്റിബോഡീസ് നോ ആന്റിബോഡീസ്. ഓ ബ്ലഡ് ഗ്രൂപ്പിൽ ആന്റിജൻസ് ഇല്ല, ആന്റിബോഡീസ് എയും ബിയും ആണുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്ക് നോക്കാം. The basis of blood grouping is the presence of antigen A and antigen B in RBC. Blood grouping ന്റെ ബേസ് എന്ന് പറയുന്നത് ആന്റിജൻ എയും ആന്റിജൻ ബിയും RBCയിലുള്ള ആന്റിജൻ എയും ബിയുടെയും അനുസരിച്ചിട്ടാണ്. The blood group of a person is named according to the antigen present in that person's blood group. ഏത് ആന്റിജൻ ആണ് ആ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ളത് അതാണ് ബ്ലഡ് ഗ്രൂപ്പായിട്ട് നോക്കുന്നത്. ഓക്കെ, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് കണക്കാക്കുന്നത്. ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ certain antibodies present in the blood plasma are of special importance. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ആന്റിബോഡീസിൽ ബ്ലഡ് പ്ലാസ്മയിലുള്ള ആന്റിബോഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബ്ലഡ് ഗ്രൂപ്പ് എ നമ്മൾ പറഞ്ഞു അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ് എയിൽ ആന്റിബോഡി ബിയും ബ്ലഡ് ഗ്രൂപ്പ് ബിയിൽ ആന്റിബോഡി എയുമാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ ആ ടേബിളിൽ കണ്ടില്ലേ. In addition to antigens A and B, another antigens called D or Rh factor is present in the cell membrane of RBC, അതായത് red blood cells. എയും ബിയും ആന്റിജന് പുറമെ ചില ആൾക്കാരിൽ RH factor അല്ലെങ്കിൽ D factor present ചെയ്യാറുണ്ട്. The blood groups in which RH factor is present is known as positive blood groups, and those without RH factor is called negative blood groups. അതായത് A positive, A negative അങ്ങനെയൊക്കെ ഇല്ലേ. അതായത് RH factor present ചെയ്യുന്ന അതിന് പറയുന്ന പേര് ആ ബ്ലഡ് ഗ്രൂപ്പിൽ പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടും. അതിൽ RH factor ഇല്ലാത്തതിന് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹൗ ഈസ് a person's blood group determined, അതുപോലെ തന്നെ what are the antigens present in അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്താണ് വാട്ട് ഈസ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് വാട്ട് ഈസ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ RH ഫാക്ടർ ഉള്ളതിനെ പോസിറ്റീവ് ആയിട്ടും RH ഫാക്ടർ ഇല്ലാത്തതിനെ നെഗറ്റീവ് ആയിട്ടുമാണ് കണക്കാക്കുന്നത്. ഇനി when a foreign antigen reaches one's blood, it stimulates the defense mechanism. ഒരു ഫോറിൻ ആന്റിജൻ ഒരാളുടെ ബ്ലഡിൽ കയറുകയാണെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്ത് ചെയ്യും? ആ ഡിഫൻസ് മെക്കാനിസംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഉണർത്തും. ഓക്കെ, ഓൺ റിസീവിംഗ് അൺമാച്ചിങ് ബ്ലഡ് ദ ആന്റിജൻ പ്രസന്റ് ഇൻ ദ ഡോണേഴ്സ് ബ്ലഡ് ആൻഡ് ദ ആന്റിബോഡി പ്രസന്റ് ഇൻ ദ റെസിപ്പിയന്റ് ബ്ലഡ് വിൽ റിയാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോം എ ബ്ലഡ് ക്ലോട്ട്. അതായത് നമുക്ക്
ഇപ്പോൾ ഒരു മാച്ച് അല്ലാത്തൊരു ബ്ലഡ് ഒരാൾ കൊടുക്കുകയാണെന്ന് നമ്മൾ കരുതുക. അപ്പോൾ അതിലുള്ള ആൻറ്റിജൻ, ഡോണറിൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിജനും റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിലുള്ള ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ടായിട്ട് മാറും, രക്തം കട്ട പിടിക്കും. ഹെൻസ് എവ്രി വൺ കനോട്ട് റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റാത്തത്, എല്ലാ ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആൻറ്റിജൻ, ഡോണേഴ്സ് ബ്ലഡിലെ ആൻറ്റിജനും റെസിപ്പിയൻസ് ബ്ലഡിലെ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലഡ് ക്ലോട്ടായിട്ട് മാറും. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു റിസീവ് ബ്ലഡ് ഫ്രം ഓൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. എല്ലാ ബ്ലഡ് ഗ്രൂപ്പ്സിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. താങ്ക് യു.